ബഹദൂർ കായുടെ നാട്ടിലേക്കൊരു യാത്ര. നാടകമില്ലാതെ വീട്ടിൽ നിൽക്കുന്ന ദിവസം. വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു വണ്ടി വന്നു നിന്നു, ഒരു കാറ്. ഇടവഴി കടന്നു വേണം വീട്ടിലേക്ക് വരാൻ. ഇടവഴിയിലൂടെ വണ്ടിയൊന്നും വരില്ല. ദൂരെ നിരത്തിൽ നിർത്തിയ വണ്ടിയിൽ നിന്ന് 3-4 പേർ ഇറങ്ങി വരുന്നു. അക്കാലത്ത് എൻ്റെ കണ്ണ് എപ്പോഴും നിരത്തിലേക്കാണ്. ഒരു കത്തോ കമ്പിയോ ആളെയോ ഒക്കെ പ്രതീക്ഷിച്ച് നിൽപ്പാണ് ഞാൻ. KPSCയിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയവർ നേരെ വീട്ടിലേക്കാണ് വരുന്നത്. കൂടെ BP ചേട്ടനുമുണ്ട്. സംഗതി എന്താണെന്ന് പിടികിട്ടിയില്ല. അവർ വീട്ടിലേക്ക് കയറി വന്നു, ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു, കാര്യങ്ങൾ പറഞ്ഞു. അവർ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. ബഹദൂർ കായുടെ നാടക ട്രൂപ്പിലെ ആൾക്കാരാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെ കാറെടുത്ത് വരികയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നൊരു കാറെടുത്ത് ഇങ്ങ് ചങ്ങനാശ്ശേരിയിലെ ഒരു നടിയെ കാണാൻ വരണമെങ്കിൽ അന്നത്തെ കാലത്ത് അതൊരു വലിയ സംഭവമാണ്. ആരോ പറഞ്ഞറിഞ്ഞിട്ടാണ് അവർ വരുന്നത്. ചങ്ങനാശ്ശേരിയിലെ ഒരു പെൺകൊച്ചുണ്ടെന്നും പ്രതിഭയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൂടെ അഭിനയിക്കുന്നവർ സിനിമയിലേക്ക് പോയതുകൊണ്ട് തൽക്കാലത്തേക്ക് നാടകമില്ലെന്നും നാടകത്തിൽ അഭിനയിക്കാൻ പറ്റിയ കുട്ടിയാണെന്നും ഡാൻസും കൂടി ചെയ്യുമെന്നും കാക്കപ്പൊന്നിൽ നന്നായി അഭിനയിച്ചെന്നുമൊക്കെ എന്നെപ്പറ്റി നല്ലവണ്ണം കേട്ടറിഞ്ഞിട്ട് തന്നെയാണ് അവരുടെ വരവ്. അവർക്ക് 5 നാടകമുണ്ട്. ഈ 5 നാടകത്തിലും അഭിനയിക്കാൻ പറ്റിയ ഒരാളെയാണ് അവർക്ക് വേണ്ടത്. എല്ലാ നാടകത്തിലും ഡാൻസുമുണ്ട്. അന്ന് ബഹദൂർക്ക കത്തി നിൽക്കുന്ന സമയമാണ്. ഇതാകട്ടെ ബഹദൂർക്കയുടെ സ്വന്തം ട്രൂപ്പ്. ആരും ഭ്രമിച്ചു പോവും. ബല്ലാത്ത പഹയൻ ഒക്കെയാണ് അവരുടെ നാടകം. അത് പിന്നെ സിനിമയായി. പക്ഷേ എനിക്ക് കൊടുങ്ങല്ലൂർക്കൊന്നും പോവണ്ട. ഞാൻ റിസൾട്ട് കാത്തിരിക്കുകയല്ലേ. വരും വരും എന്ന പ്രതീക്ഷയല്ലേ മനസ്സു നിറയെ. പ്രതീക്ഷ മാത്രമല്ല, മനസ്സിന് ഏതാണ്ട് ഉറപ്പും കിട്ടിയിരുന്നു. ഇല്ല, ഞാൻ എങ്ങും പോണില്ല, എനിക്ക് വയ്യ. KPSCയിൽ നിന്ന് എന്നെ വിളിക്കും, ഇപ്പം വിളിക്കും. അതിന് പോകാനായിട്ട് ഇരിക്കുകയാണ്. വേറൊന്നിനും ഞാനില്ല. അപ്പോൾ BP ചേട്ടൻ പറയുന്നുണ്ട്, മോളെ, ഇതങ്ങനെയല്ല, ബഹദൂറാണ്. നിനക്ക് സിനിമയിലൊക്കെ പോവാൻ കയറിക്കൂടാൻ എന്തെളുപ്പമായിരിക്കും. നീ ഇങ്ങനെ KPSC എന്നും പറഞ്ഞിരിക്കാതെ. എനിക്ക് സിനിമ വേണ്ട, KPSC തന്നെ മതി. KPSCയിൽ പോകുന്നതാ എനിക്കിഷ്ടം. അക്കാലത്ത് ഞാൻ പാർട്ടി പ്രവർത്തനത്തിനൊക്കെ പോവാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കല്യാണകൃഷ്ണൻ നായർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനന്തരവളാണ് തങ്കമ്മ. ഈ തങ്കമ്മ ചേച്ചി പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകയാണ്. തങ്കമ്മ ചേച്ചിയുടെ കൂട്ടാണ് ഞാൻ. എവിടെ പോവുകയാണെങ്കിലും അവരെന്നെ കൂട്ടിന് വിളിച്ചുകൊണ്ട് പോകും. നാടകമില്ലാത്ത സമയത്ത് എൻ്റെ പ്രധാന ജോലി ഇതാണ്. തങ്കമ്മ ചേച്ചിയുടെ കൂടെ കൂടി ഞാൻ രാഷ്ട്രീയം പറയാനും ചർച്ച ചെയ്യാനുമൊക്കെ പഠിച്ചിരുന്നു, ചെറുതായി പ്രസംഗിക്കാനും. പിന്നെ എനിക്ക് ചില ഡാൻസ് ക്ലാസ്സുകളൊക്കെയുണ്ട്. കൊച്ചു പിള്ളേരെയൊക്കെ ഡാൻസ് പഠിപ്പിക്കും. പഠിക്കാൻ കുട്ടികളുമുണ്ട്. അന്ന് വേറെ പഠിത്തമോ റിഹേഴ്സലുകളോ ഒന്നുമില്ലല്ലോ എനിക്ക്. അതുകൊണ്ട് സമയം ധാരാളം. അങ്ങനെ ചില്ലറയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിലെ അത്യാവശ്യത്തിനുള്ള കാശൊക്കെ എൻ്റെ കയ്യിൽ കാണും. അച്ഛൻ്റെ കാര്യവും മെച്ചമായി കഴിഞ്ഞിരുന്നു. അന്ന് 500 രൂപയൊക്കെ ശമ്പളമായി കഴിഞ്ഞിരുന്നു. അന്നത് വലിയ ശമ്പളമാണ്. പിന്നെ ഈ മരിച്ച വീട്ടിലൊക്കെ അച്ഛൻ പടമെടുക്കാൻ പോവാറുണ്ടല്ലോ. അന്ന് അതുണ്ട്. അച്ഛൻ്റെ സ്പെഷ്യലൈസേഷൻ അതാണല്ലോ. അതിൻ്റെ കാശ് ശമ്പളക്കാശിൽ പെടില്ല. അതച്ഛന് സ്വന്തം. അച്ഛൻ്റെ ശമ്പളം, പിന്നെ സ്പെഷ്യൽ, എൻ്റെ തക്കടതരികളുടെ ഡാൻസ് എല്ലാം കൂടി ചേർന്നാൽ സാമാന്യം നല്ല ഒരു വരുമാനമായി. ഒരു കുട്ടിക്ക് 10 രൂപ 15 രൂപയൊക്കെയാണ് ഫീസ്. എങ്ങനെയും കാണും ഒരു 5-8 കുട്ടികൾ. 1963-64 കാലം. 1962 ശ്യാമള ജനിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കൊല്ലത്ത് നിന്ന് ഞാൻ തിരിച്ചു വന്നത് തന്നെ. 2-3 സ്ഥലത്താണ് ക്ലാസ്സുകൾ. ചങ്ങനാശ്ശേരിയിലൊന്ന്, മോർക്കുളര ഒന്ന്, വാഴപ്പള്ളി അമ്പലത്തിൻ്റെ പുറകിലൊരു സ്ഥലമുണ്ട്, ഒന്നവിടെയും. അതുകൊണ്ട് കൂടിയാണ് കൊടുങ്ങല്ലൂരൊന്നും പോവാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. വീട്ടിലെ ദാരിദ്ര്യം നീങ്ങിക്കഴിഞ്ഞെന്ന് പറയാം. എന്നാലും എത്രയായാലും ചിലപ്പോഴൊക്കെ ഒന്നുമില്ലാതെയും ആവും. അത്തരം ഒരു ദിവസത്തെക്കുറിച്ച് പിന്നീട് ഞാൻ പറയാം. കൊടുങ്ങല്ലൂരിലെ കാര്യം പറഞ്ഞു തീരട്ടെ. ഞാനില്ല, എനിക്കിതൊക്കെ മതി.
ഈ കിട്ടുന്നതൊക്കെ വെച്ച് ഞാൻ കഴിഞ്ഞോളാം. എനിക്കിപ്പം സിനിമയൊന്നും വേണ്ട. KPSC മതി. അവർ വിളിച്ചാൽ എനിക്ക് പോണം. ഇവരുമായി എഗ്രിമെൻ്റ് ആക്കിയാൽ അത് നടക്കില്ല. പഴയതുപോലെ പിന്നെ പ്രശ്നമാവും. അതിനേക്കാൾ വലിയ പ്രശ്നമായിരിക്കും. ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഒരു ചാഞ്ചാട്ടവുമില്ല. കൊടുങ്ങല്ലൂർക്കാർ വണ്ടി കൊണ്ട് അവിടെ ഇട്ട് വൈകുന്നേരം 3 മണി വരെ ഇരുന്നു. ഇതിനിടെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിരുന്നു. VP ചേട്ടനാണ് പോയി വിളിച്ചുകൊണ്ടുവരുന്നത്. ഇവരുടെ കാറിലൊക്കെയാണ് VP ചേട്ടൻ്റെ സഞ്ചാരം. കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വന്നപ്പോൾ കൂടിയാലോചന മുറുകി. എന്തോ വലിയ ഒരു സംഭവം നടക്കുന്നത് പോലെയാണ്. അവിടെ അപ്പുറത്തോട്ട് മാറി നിന്ന് കുറേ സംസാരം, പിന്നെ ഇപ്പുറത്തോട്ട് മാറി നിന്ന് സംസാരം. അമ്മ മുഖം വീർപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത്രയും ദൂരത്ത് ഈ കാണാമറയത്തൊക്കെ പെൺകൊച്ചിനെ എങ്ങനെയാണ് അയക്കുക? അന്ന് കൊടുങ്ങല്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ദൂരമാണ്. വേറൊരു രാജ്യത്ത് പോണ മാതിരിയാണ്. പോകാൻ പറ്റത്തില്ല എന്നൊക്കെ അമ്മ ഇടയ്ക്ക് വിളിച്ചു പറയുന്നുണ്ട്. എല്ലാവരെയും സമാധാനിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് VP ചേട്ടനാണ്. കണ്ടാൽ ഒരു കാളക്കച്ചവടം പോലെ തോന്നും. അവിടെ പോയി കുറച്ചു പറയും, ഇവിടെ പോയി കുറച്ചു പറയും. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വൈകുന്നേരമായപ്പോഴേക്കും ഒരു തീരുമാനമെടുത്തു. പോവാം. അച്ഛനും പിന്താങ്ങി. VP ചേട്ടൻ പറഞ്ഞൊരു കാര്യമല്ലേ, പോയി നോക്കാം. അവർ വന്ന കാറിൽ തന്നെ കയറി ഞങ്ങൾ കൊടുങ്ങല്ലൂർക്ക് പോയി. രാത്രി ഏതാണ്ട് 10 മണിയായി കാണും അവിടെ എത്തുമ്പോൾ. അങ്ങോട്ട് കയറി ചെന്നപ്പോഴേ എനിക്കും അടുത്തു. അതൊരു പഴയ നാലുകെട്ടവും മറ്റോ ആണ്. ഒരു പടിപ്പുരയൊക്കെയുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. മുറിയിൽ കയറുമ്പോഴേ ആദ്യം കാണുന്നത് ബഹദൂർക്കയെ തന്നെയാണ്. ഒരു പായയിൽ അവിടെ ഇരിപ്പുണ്ട് കക്ഷി. നല്ലോണം വെളുത്ത് ചുവന്നു തൊടുത്ത കവിളുമൊക്കെയായി ഭയങ്കര ഗമയിൽ ഒരു സുജായിയായിട്ടിരിപ്പാണ്. റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകാനുള്ള ഒരുക്കമാണ്. പെണ്ണുങ്ങളൊക്കെ അവിടെ തന്നെയാണ് താമസം. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല. ചെന്ന ഉടനെ ബഹദൂർക്ക ഇരിക്കാൻ പറഞ്ഞു. പിന്നെ എന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു എന്നെ കണ്ടിട്ടുണ്ടെന്ന് ഞാനും പറഞ്ഞു. ബഹദൂർക്കാക്ക് പണ്ട് ചായ കൊണ്ടു ചെന്ന് കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണെന്നറിയാവോ? ഞാൻ ഗംഗാധരൻ മാഷ്ടെ ട്രൂപ്പിലുള്ളപ്പോൾ. ഗംഗാധരൻ മാഷ്ടെ അടുത്ത കൂട്ടുകാരനാണ് ബഹദൂർക്ക. ഒരേ നാട്ടുകാർ. കൊടുങ്ങല്ലൂരിൽ ഇവർ അടുത്തടുത്താണ് താമസിച്ചിരുന്നത്. എവിടെയോ സിനിമാ ഷൂട്ടിങ്ങിന് പോയി കൊല്ലം വഴി മടങ്ങി വരുമ്പോൾ ഗംഗാധരൻ മാഷ്ടെ ക്യാമ്പിൽ കയറിയിരുന്നു. അപ്പോഴാണത്. ബഹദൂർക്ക വേറൊന്നും പറഞ്ഞില്ല. ചായ കൊണ്ടുവരാൻ പറഞ്ഞു. ചായ കുടിച്ചു. പിന്നെയാണ് ചോദ്യം, ഏതൊക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ. അതൊക്കെ കഴിഞ്ഞാണ് കാര്യത്തിലേക്ക് കടക്കുന്നത്. അവർക്ക് 5 നാടകം, 5ഉം കൂടെ ഇവിടുന്ന് റിഹേഴ്സൽ നടത്തും. ഏതാണ്ട് 10 ദിവസം കൊണ്ട് അതൊക്കെ തീർക്കണം. എല്ലാം ഇവരുടെ ട്രൂപ്പിൻ്റെ പഴയ നാടകങ്ങളാണ്. അതൊക്കെ പൊടി തട്ടിയെടുക്കുകയാണ്. ഒരു ഗൾഫ് ടൂർ ഒത്തുവന്നിരിക്കുന്നു. ഈ 5 നാടകങ്ങളും കൊണ്ട് 1 മാസത്തെ ഗൾഫ് ടൂർ. ഈ 5 നാടകത്തിലും അഭിനയിക്കാനാണ് അവരെന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അവരത് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. എല്ലാ നാടകത്തിലെയും എൻ്റെ ഭാഗങ്ങൾ 5 പുസ്തകത്തിലായി എനിക്ക് തരാൻ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എന്തായാലും ഞാൻ അതെല്ലാം ഭവ്യതയോടെ ഏറ്റുവാങ്ങി. ബഹദൂർക്ക ഓരോ നാടകത്തിലെയും എൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു തന്നു. എല്ലാം ഞാൻ കേട്ടിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 11:30 മണിയായി. ഇനി ഭക്ഷണം കഴിക്കാമെന്നായി. പയറും കഞ്ഞിയുമാണ് രാത്രിയിൽ ഭക്ഷണം. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ല. എനിക്ക് പോകണം. നിന്നാൽ പറ്റത്തില്ല. അതെങ്ങനാ? നമ്മൾ ഇങ്ങോട്ട് വന്നതല്ലേയുള്ളൂ. ഈ ബുക്കൊക്കെ പിന്നെ എന്തിനാ നീ വാങ്ങിച്ചേ? എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് പിന്നെ എങ്ങനെയാ പോണത്? ഞാൻ വാശിയിൽ തന്നെ. അതൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. നമ്മൾക്ക് നാളെ രാവിലെ ഇവിടുന്ന് പോകണം. അച്ഛൻ ആലോചിച്ചു. എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണ്ടേ? അച്ഛന് ഒരു വഴിയും തെളിയുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വഴിയും പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പം ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലല്ലോ. അത് പറഞ്ഞാലോ? ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നമുക്ക് പോവാം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞ് അച്ഛൻ നേരെ പോയി ബഹദൂർക്കായി കണ്ടു. ഞങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ തീരുമാനിക്കുമെന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഒന്നും എടുക്കാതെയാണ് പോകുന്നത്. എല്ലാവരും പറഞ്ഞപ്പം ഞങ്ങളിങ്ങനെ പുറപ്പെട്ടു എന്ന് മാത്രം.
അവിടെ പോയി എനിക്കും ലീവ് എടുക്കണം. സ്റ്റുഡിയോയിൽ പറയാതെയാണ് പോന്നിരിക്കുന്നത്. ലീവൊക്കെ എടുത്തിട്ട് എല്ലാ ഒരുക്കങ്ങളുമായി ഞങ്ങൾ തിരിച്ചു വരാം. പറ്റുമെങ്കിൽ നാളെ തന്നെ, ഇല്ലെങ്കിൽ മറ്റന്നാൾ ഞങ്ങളിങ്ങെത്തും. ബഹദൂർക്കയും വിചാരിച്ചു, ശരിയായിരിക്കും, തയ്യാറായി വന്നോട്ടെ. ബുക്കൊക്കെ ഞാൻ ഏറ്റുവാങ്ങിയതാണല്ലോ, അതൊക്കെ എൻ്റെ കയ്യിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. ബഹദൂർക്ക വണ്ടിക്കൂലിക്ക് 250 രൂപ തന്നു. ഇങ്ങോട്ട് കാറിലാണ് വന്നതെങ്കിലും തിരിച്ചുപോക്ക് ബസ്സിലാണ്. വെളുപ്പിന് 4:30 മണിക്കൊരു ബസ്സുണ്ട്. ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിടാൻ കാറും ഏർപ്പാട് ചെയ്തു. പറഞ്ഞ സമയത്ത് തന്നെ കാറും വന്നു. ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ബസ്സിൽ കയറ്റി വിട്ടിട്ടാണ് ഡ്രൈവർ തിരിച്ചു പോയത്. ഒരു ഒളിച്ചോട്ടം പോലെയായിരുന്നു അത്. അതിൻ്റെ വിഷാദം മനസ്സിലുണ്ട്. എന്തോ ഒന്ന് എന്നെ ചങ്ങനാശ്ശേരിയിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. ആരോ എന്നെ കാത്തിരിക്കുന്നുവെന്ന തോന്നൽ. ഓടിപ്പിടഞ്ഞെത്തിയില്ലെങ്കിൽ എന്തോ കൈവിട്ടു പോകുമെന്നൊരു ഭീതി. വൈകുന്നേരം 4 മണിയായപ്പോഴാണ് ചങ്ങനാശ്ശേരിയിലെത്തിയത്. അന്നത്തെ ദൂരവും ഇന്നത്തെ ദൂരവും തമ്മിൽ എന്ത് വ്യത്യാസം അല്ലേ? ഇന്നത്തേതിൻ്റെ ഇരട്ടി സമയം വേണം അന്നൊക്കെ ഓരോ സ്ഥലത്തും എത്തിച്ചേരാൻ. വീട്ടിൽ വന്നു കയറിയതും ആദ്യം കണ്ടത് ടെലഗ്രാമാണ്. എന്നെ കാത്തുകിടപ്പാണ്. ഓഹ്, എനിക്ക് ഇതിൽ പരം സന്തോഷം വേറെയില്ല. എൻ്റെ വിളി കേൾക്കാൻ ഒരാൾ ഇരിപ്പുണ്ടെന്ന തോന്നൽ ശക്തമായി. ഗുരുവായൂരപ്പനെപ്പറ്റി എനിക്ക് ഇനിയും പറയേണ്ടി വരും. പിറ്റേന്ന് തന്നെ 250 രൂപയും ബുക്കുമൊക്കെ ബഹദൂർക്കായ്ക്ക് തിരിച്ചയച്ചു കൊടുത്തു. KPSCയിൽ ചേർന്നെന്ന് ഒരു കത്തും അയച്ചു. അതുകൊണ്ടാണ് വാക്ക് പാലിക്കാൻ പറ്റാതെ പോയതെന്നും ഖേദിക്കുന്നുവെന്നുമൊക്കെ എഴുതി. KPSCയിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന കാലത്താണ് ബഹദൂർക്കായുടെ അടുത്തു നിന്നും ആള് വരുന്നത്. ഇൻ്റർവ്യൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ, അത് ഞാൻ പിന്നെ പറയാം. ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിന്നെ വേറെ അറിയിപ്പുകളൊന്നും വരാത്തതുകൊണ്ടാണ് VP ചേട്ടനൊക്കെ നിർബന്ധിച്ചത്. അതെന്തായാലും വന്നില്ലല്ലോ, ഇത്രയും കാലമായല്ലോ, ഇപ്പം ഇതിന് പോ, ഇത് അതിനേക്കാളൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത്. അവിടെ പോയി വന്നപ്പോൾ ഇതാ ടെലഗ്രാം കിടക്കുന്നു. ഒക്കെ അങ്ങേരുടെ കളിയാണ്. തിരിച്ചു പോരണമെന്ന് മനസ്സിൽ തോന്നിപ്പിച്ചതും ആ കള്ളകൃഷ്ണൻ തന്നെ ആയിരിക്കണം. അവിടെ തന്നെ നിന്നിരുന്നുവെങ്കിൽ ഇക്കാര്യം അറിയില്ല. ഇന്നത്തെ പോലെ ഫോൺ സൗകര്യങ്ങളൊന്നും അന്ന് അധികമില്ല. ടെലഗ്രാം വന്ന വിവരം അറിയിക്കാൻ ആരും വരില്ല. അമ്മ അതിനൊക്കെ താല്പര്യം എടുക്കുകയുമില്ല. എൻ്റെ സ്വപ്നം പൊലിഞ്ഞു പോയേനെ.